കേരളത്തിലെ രണ്ട് കണക്കുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് സ്വസ്ഥമായി കസേലമിലിരിക്കാൻ പറ്റൂല. കേരളത്തിലെ കണക്ക് പരിശോധിച്ചു നിങ്ങൾ. ഈ നിയമസഭ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ നിയമസഭക്കുള്ളിൽ ഒരാൾക്ക് ഒരു MLA-ക്കും കള്ളം പറയാൻ പറ്റൂല. അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതെല്ലാം നഗ്ന സത്യമായിരിക്കും. അതെല്ലാവരും മനസ്സിലാക്കിയാടെ വെച്ചോളി. അതിൻ്റെ ഉള്ളിൽ നിന്ന് കള്ളത്തരം പറഞ്ഞാൽ പോലെ അയോഗ്യത കൽപ്പിക്കപ്പെടും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡിസംബർ 31 2022 ഡിസംബർ 31 കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചൊരു കണക്കുണ്ട്. കേരളത്തിൽ വിൽക്കപ്പെടുന്ന മദ്യമായിരിക്കണം നിങ്ങളെയും എൻ്റെയും എണ്ണം കൊണ്ട് അരിച്ചാൽ നിങ്ങളും ഞാനും കുടിക്കുന്ന മദ്യത്തിൻ്റെ അളവ് കിട്ടും. നിങ്ങൾ മദ്യം കുടിക്കലില്ലല്ലോ? കുടിക്കലുണ്ടോ? ഇല്ല. മോൻ കുടിക്കലുണ്ടോ? ഇല്ല. വെരി ഗുഡ്. എന്നാൽ കേരളത്തിൻ്റെ കണക്ക് പ്രകാരം 2022 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിൽ വിറ്റ മദ്യമായിരിക്കണം നിങ്ങളെയും എൻ്റെയും എണ്ണം സമം ഒരാൾ കുടിക്കുന്ന മദ്യത്തിൻ്റെ അളവ് കിട്ടണം. കിട്ടൂലേ? അത് എത്രയാന്ന് നിങ്ങൾ അറിയോ? 8.7 ലിറ്റർ മദ്യം. അതായത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 17 ലിറ്റർ കുടിക്കണം. നിങ്ങൾ കുടിക്കലുണ്ടോ? ഇല്ലെങ്കിൽ ആ മൂന്നാമത്തെ മൊബൈൽ ഫോണിൽ നോക്കി കുത്തിരിക്കുന്ന കുട്ടി 26 ലിറ്റർ കുടിക്കണം. ഇനി ഇതൊന്നും നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ ഇതാണ് പറയുന്നതെങ്കിൽ ഇതാരാ കുടിക്കുന്നത്? ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആരാ? നമ്മുടെ കൂടെ ചേർന്ന് നടക്കുന്ന മനുഷ്യന്മാർ. അത് കുടുംബമാവാം, ഫ്രണ്ട്സ് ആവാം, ആരുമാവാം. ഭീകരമാണോ കണക്ക്? ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായമാണ് രണ്ടാമത്തെ വിഷയം. നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോന്ന് ഞാൻ അറിയില്ല. മോനെ എനിക്ക് എത്ര വയസ്സായി? 14. ഇനി ഏതാ ഇപ്പൊ ഉപയോഗിക്കുന്നത്? ഗവൺമെന്റ് പറയുന്നത് ഇനി ഉപയോഗിക്കുന്നുണ്ടെന്നാ. ഇനി ഉപയോഗിക്കുന്നുണ്ടാ? ഞാൻ മനഃപൂർവ്വം ചോദിച്ച ചോദ്യമായത്. ഇങ്ങനെ ഞാൻ അങ്ങന്ന് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എൻ്റെ കുടുംബത്തിൽ ഓനെ നോക്കിയിട്ട് ഇനി കുടിക്കുന്നുണ്ടോന്ന് ഇനി കണ്ടില്ല അവൻ കുടിക്കുന്നു. ഇനി ഇൻ്റെ മോനെ നോക്കിയാൽ മതിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ തെറിവിളിക്കാനാണ് തോന്നുന്നുണ്ടാവുക. എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. നോ, ശരിയല്ല. കേരളത്തിൻ്റെ മണ്ണിൽ 12 വയസ്സുകാരൻ ലഹരി ഉപയോഗിക്കുന്നതെന്ന് കണക്കുണ്ട് എങ്കിൽ, ഈ കുട്ടിയെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, ആ കുട്ടിയുടെ രക്ഷാകർത്താക്കൾ അവനെ നിയന്ത്രിക്കാനും അവനെ നിരീക്ഷിക്കാൻ പറഞ്ഞത്. ഈ എൻ്റെ മോനെ ഞാൻ നോക്കും, ഇനി എൻ്റെ മോനെ നോക്കുമെന്ന് പറയുമ്പോൾ അവിടെ തീരുന്നു നമ്മളെ പ്രശ്നങ്ങൾ മുഴുവൻ. തീരുവ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുന്നു. അവിടെ ഇവനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും നോക്കിക്കൊള്ളണം. എൻ്റെ മോൻ ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കണം. നിങ്ങളെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടോ ഞാൻ നോക്കും. പക്ഷെ നോക്കാതിരിക്കലാണ്, അവനെ ആ ലോകത്തേക്ക് വിടാതിരിക്കലാണ് നിങ്ങളും ഞാനും ചെയ്യേണ്ടുന്ന ദൗത്യം. ശരിയാണോ? ശരിയാണോ? നിങ്ങൾ ഇന്നലത്തെ പത്രം വായിച്ചാ? 25,000 കോടി ഉറുപ്പ്യൻ്റെ ലഹരി മരുന്നാ പോലും നമ്മളെ അത് ഉപയോഗിച്ച അറിയോ നിങ്ങൾ? അതുകൊണ്ട് സൂക്ഷിച്ചോ. അതുകൊണ്ട് ഇത് ഭീകരത പറയാൻ വേണ്ടിയിട്ടല്ല, ഈ കുടുംബം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒക്ടോബർ 2 ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറ്റിവെക്കുകൾ. അദ്ദേഹം പറഞ്ഞു, ഈ രീതിയിൽ കേരളത്തിൽ ലഹരി വസ്തു ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തിന് ശേഷം കേരളത്തിന്റെ മണ്ണിൽ മരിച്ചോല മരിച്ചിട്ടുണ്ട് നമുക്ക് ഗവർണക്കേനും ഈറ്റയ്ക്ക് മുഴുത്ത ഭ്രാന്തനായി ഈ ലോകത്ത് നടക്കുന്നത് കാണേണ്ടി വരും. കാണുന്നില്ല ആരാ? ഒരു 15 വയസ്സുകാരനല്ലേ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിനെ കത്തിക്കൊണ്ട് കുത്താൻ ശ്രമിച്ചത്? മരിച്ചില്ല. 15 വയസ്സുകാരൻ മജിസ്ട്രേറ്റിനെ കുത്താൻ മാത്രം അവന് ധൈര്യം നൽകിയത് ആരാണ്? ഈ ലഹരിയ. ഉമ്മയെക്കുറിച്ച് ബോധ്യമില്ലാത്ത, രക്ഷാകർത്താവിനെ കുറിച്ച് ബോധ്യമില്ലാത്ത, കുടുംബത്തെക്കുറിച്ച് കുറെ ഭീകരന്മാർ കേരളത്തിന്റെ മണ്ണിൽ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം എന്താ? നിങ്ങളൊക്കെ മുഖത്ത് ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിളിച്ചു പറയുന്നത്. പക്ഷേ പുതിയ വരുന്ന തലമുറ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമ്പോഴാണ് പല കുടുംബത്തിൽ ഇപ്പം ഞാൻ ഈ ലഹരിക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ പറയാറോ എൻ്റെ ബാപ്പ ഉപയോഗിക്കൂല, എൻ്റെ കാരണവർ ഉപയോഗിക്കൂല, എൻ്റെ തറവാട്ടിൽ ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റൂല. 12 വയസ്സുകാരൻ ഈ ലേശെല്ലാം കുടിച്ചാൽ പ്രശ്നമില്ല എന്ന് ആളുകൾ പറയുന്നത് ശരിയാണോ? സിഗരറ്റ് ഒന്നും അങ്ങനെ അങ്ങ് വലിച്ചാൽ പ്രശ്നമില്ല എന്നത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്ലീശയാണ്. അതുമില്ല. നിങ്ങൾ എന്നോട് കണ്ണിലേക്ക് നോക്കി യെസ് ഓർ നോ എന്ന് പറയണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് ലഹരി, എൻ്റെ ചോദ്യം ഇത് മാത്രം, ഇതും കൂടി പറഞ്ഞാൽ നമുക്ക് ഈ പോർഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? യെസ് ഓർ നോ? നോ. തങ്കപ്പെട്ട ആൾക്കാരാണ്. കുറച്ചാൾ എൻ്റെ ടീമുണ്ട് കേട്ടോ. യെസ് ഉണ്ട് കുറച്ചാൾ നോ, കുറച്ചാൾ നോ, കുറച്ചാൾ അതാണ് കൂടുതൽ ആള്. ചുണ്ടോണ്ട് ഇങ്ങനെ ആയിക്കളി. മാഷ് സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ, ഇതാ മാഷ പരിപാടി. എന്നിട്ട് പറയും എല്ലാത്തിനും നിപ്പിച്ചിട്ട് പറയും പദ്യം ചൊല്ലി എന്ന് പറയും. ആ അപ്പാട് ഞാളെല്ലാം എണീറ്റ് പദ്യം ചൊല്ലും. ഞാനല്ല
അൻസിം മാഷ് ഇന്ന് വരെ വിചാരിച്ച ഞാനും ചൊല്ലിക്കുക പദ്യം. ഞാൻ നമ്മളെ ചുള്ളിയിൽ കുടുംബത്തിൽ നോക്കുമ്പോൾ എൻ്റെ ടീം യെസ് ഓർ നോ, നോ എന്നാണ് പറയുന്നതെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് മരിച്ചാളി, നിങ്ങളിവിടെ ജീവിക്കണ്ട. കാരണം എന്താ അറിയോ, ലഹരിന്റെ നിർവചനം പഠിച്ചാൽ മാത്രമേ 5 വയസ്സുകാരനോട് ഇത് നിങ്ങൾ ഓതി കൊടുക്കണ്ടേ, ഓനെ പഠിപ്പിക്കണ്ടേ. നിങ്ങൾക്ക് ഇത് അറിഞ്ഞൂടാത്ത നിങ്ങളെങ്ങനെയാ 5 വയസ്സുകാരനെ ശീലം പഠിപ്പിക്കുക? ലഹരി എന്ന് പറയുന്ന പദത്തിന്റെ നിർവചനം ഏതെങ്കിലും ഒരു വസ്തു, ഏതെങ്കിലും ഒരു സാധനം വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും വീണ്ടും വീണ്ടും കാണണമെന്നും തോന്നുന്നുവെങ്കിൽ ആ വസ്തുവാണ്, ആ സാധനമാണ്, സംഗതിയാണ് ലഹരി. നിങ്ങൾ രാവിലെ എണീക്ക് ഉണ്ടാ, എന്താണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും സന്തോഷം ഉണ്ടാകുന്നത്? സാധനം പറ. യെസ്, ചായയും കാപ്പിയും ചൂടുവെള്ളം കുടിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ അത് കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. നാളെയും കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചായ ലഹരിയാണ്, കാപ്പി ലഹരിയാണ്, ചൂടുവെള്ളം ലഹരിയാണ്. പിന്നെ വെരി ഗുഡ്, രാവിലെ എണീറ്റ പാട് ഫോണിൽ മാന്തണം, തോണ്ടണം, കൂടെ കിടത്തണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഫോൺ ഒരു ലഹരിയാണ്. പിന്നെ ബുക്ക് വായിക്കണം എന്ന് മുട്ടുന്നുണ്ടാ? കേട്ടില്ലേ? ഇല്ല. അങ്ങനെ ബുക്ക് വായിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബുക്ക് ഒരു ലഹരി. ബോധം കിട്ടുമോ ഇനി? അതുകൊണ്ട് തന്നെ ബുക്ക് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവരും ആ ടീം തന്നെയാണ്. ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഒന്നും പഠിക്കും. അപ്പൊ പഠനം ഒരു ലഹരി ആർക്കും അല്ല എങ്കിൽ കളി ഒരു ലഹരിയാണ്. ഓക്കെ, പിന്നെന്തെങ്കിലും ലഹരി ഉണ്ടോ? തിന്നണം എന്ന് തോന്നുമ്പോ പ്രാർത്ഥനയാണ്, നിസ്കാരമാണ്, പള്ളിയാണ് ലഹരി. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നാടിനെ നന്നാക്കണം എന്നിങ്ങനെ മുട്ടുന്നുണ്ടോ? അങ്ങിപ്പോ മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങൾ എന്തെന്നാ ഇല്ല എന്ന് പറഞ്ഞേ? അല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ ലഹരി? പ്രധാനപ്പെട്ട എന്തെങ്കിലും ലഹരി ഉണ്ടോ? ഒന്നുമില്ല. ഇത് ഭാര്യനെ ഇങ്ങനെ കാണണം, വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഭാര്യ ലഹരിയല്ലേ? അല്ലേ? ഭാര്യ ആവേണ്ട ലഹരി അല്ല. നിങ്ങൾ കല്യാണം കഴിച്ചല്ലേ? ഭർത്താവിനെ കാണണം എന്നിങ്ങനെ തോന്നുന്നില്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ശരി, നമ്മളിവിടെ എന്താ പറഞ്ഞതില്ലേ? പിന്നെ എന്തെന്നാ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞത്? അപ്പോ ഭാര്യക്കും ഭർത്താവിനും മക്കളെ കാണണം എന്നിങ്ങനെ മുട്ടണ്ടേ? 4 പേർക്കും വീട്ടിലേക്ക് പോകണമെന്ന് തോന്നണ്ടേ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വീടല്ലേ ലഹരി. അതുകൊണ്ടാണ് നിങ്ങൾ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ലഹരി അരുത് എന്ന്. നിങ്ങൾ അന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ട് ഇന്നു മുതൽ തിരുത്തിക്കോ. അതുകൊണ്ടാ പോലീസും എക്സൈസും ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ ലഹരി വേണ്ട എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പോലീസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ജീവിതമാണ് ലഹരി, ജീവിതം ആകണം ലഹരി എന്ന. അങ്ങനെ ജീവിതം ലഹരിയായ ഒരു കുടുംബത്തിലും മറ്റു ലഹരി കടന്നു വന്നിട്ടില്ല. ശരിയാണോ? ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുന്നു തോന്നിയ ഓനോ അപ്പുറത്തോണ്ടി ഒളിച്ചോടി പോണ്ടല്ലോ, പോണോ? അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെ ജീവിതമാവട്ടെ ലഹരി, ഭർത്താവട്ടെ ലഹരി. പയ്യോളി നടന്ന ഒരു ഒളിച്ചോട്ടത്തിന്റെ കഥയിൽ ലഹരി എന്താ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സാർ ചോദിച്ചു, എന്തിനാ മോളെ നീ ഒളിച്ചോടിയത്? എൻ്റെ ഭർത്താവ് ക്രൂരനായിരുന്നു. അവള് പറഞ്ഞു, ക്രൂരനൊന്നുമല്ല, എൻ്റെ ഭർത്താവ് ദൈവമാണ്, ദൈവം. ഭാര്യൻ്റെ അമ്മ ക്രൂരത്തിയായിരുന്നു. അല്ല, ആ ഭാര്യൻ്റെ അമ്മ എൻ്റെ അമ്മേനേക്കാളും നല്ലതാ, ഉമ്മേനേക്കാളും നല്ലതാ. എന്നെ അടുക്കളയിൽ ഇന്ന് വരെ കാറ്റിക്കില്ല, ഇങ്ങനെ വാരിത്തരുവെല്ലാം ചെയ്യും. ഭർത്താവിൻ്റെ ബാപ്പ ഭീകരനാണോ? പടച്ചോനെ ഓറക്കൊണ്ട് അങ്ങനെ പറയേ ചെയ്യറ്. ഓറാണ് ശരിക്കുള്ള ദൈവം. പിന്നെ ഈ ദൈവത്തിന്റെ വീട്ടിൽ നിന്ന് എന്തിനായി ചെകുത്താന്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് വെച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ കേട്ടോളി. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. ആ പെൺകുട്ടി പറഞ്ഞു, പോലീസേ നിങ്ങൾ കേൾക്കണം, ഞാനാണല്ലോ ഇത് കേൾക്കുമ്പോൾ വിധിക്കപ്പെട്ടത്. ഞാൻ നല്ലോണം പാട്ട് പാടും, ഞാൻ നല്ലോണം ടിക്ടോക്ക് ചെയ്യും. ഞാനിങ്ങനെ കട്ടപ്പെട്ട് ടിക്ടോക്ക് ചെയ്തിട്ട് രാവിലെ ഈ ഭർത്താവിന് കൊണ്ടോ കാണിച്ചു കൊടുത്തായില്ലേ, ഭർത്താവ് എന്നെ ആട്ടിപ്പായിക്കും പോലീസേ, എന്നിങ്ങനെ ആട്ടും. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരിയോട് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങണം, എന്നിട്ട് എൻ്റെ ടിക്ടോക്ക് അതിൽ ഇങ്ങനെ ഇടണം, എൻ്റെ പാട്ട് അതിൽ ഇങ്ങനെ ഇടണം, എന്നാൽ എനിക്ക് ആരാധകർ കൂടുന്നു പറഞ്ഞപ്പോൾ ഉള്ള തന്നെ കേട്ടോ. ഓൾ ഇൻസ്റ്റഗ്രാം തുടങ്ങി, ഓൾ ടിക്ടോക്കിൽ ഇങ്ങനെ ഇട്ടപ്പോൾ ആരാധകരെ കൊണ്ട് ശല്യം. ഈ പെൺകുട്ടിയോട് ആരാധകർ ചോദിച്ചു, പ്രതിഭേ നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഇങ്ങനെ പാടാൻ കഴിയുന്ന ഇനി ഇങ്ങനെ പയ്യോളി എന്ന് പറഞ്ഞ കുഗ്രാമത്തിൽ ഇരിക്കേണ്ടവളാണോ? പറന്നു വാ ഇങ്ങോട്ടേക്ക്, നിനക്കൊരു പുതിയ ലോകം ഇവിടെ തുറന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്തം വിട്ട ഭർത്താവിനെ ദൈവത്തിനെ പോലെ, ഭർത്താവിൻ്റെ അമ്മയെ ദൈവത്തിനെ പോലെ കാണുന്ന ഈ കുട്ടിയില്ലേ, ആ അന്തം വിട്ട ചെകുത്താന്റെ തടവറയിലേക്ക് പോയി. ഒരൊറ്റ 14 ദിവസം കൊണ്ട് ഈ പെണ്ണ് ഒളിച്ചോടി പോയി കഴിഞ്ഞു. ആരോടി? അന്തം വിട്ടവൻ്റെ ഓടി. 3 ദിവസം കൊണ്ട് ഓമ്പടെ തന്നെ ഉണ്ടാക്കി ഓളെ കുണം കൊണ്ട്. അങ്ങനെ അന്ന് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ 3 ഒളിച്ചോട്ടം കൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ CI സാർ പറഞ്ഞു, എല്ലാവരും ഇങ്ങോട്ട് വരി,
എല്ലാവർക്കും ഒരു ശക്തമായ താക്കീത് എനിക്ക് നൽകാനുണ്ട്. ഇവിടുത്തെ ഒരു ഒറ്റ പോലീസുകാരൻ്റെ വാരി ഒളിച്ചോടരുത്. ഇനി ഇവിടെ വന്ന് ആരെ വാരി ഒളിച്ചോടരുത്. എല്ലാവരും വരിയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കസേലമേൽ ഇരിപ്പിച്ചിട്ട് CI സാർ പറഞ്ഞു, മോളെ നീ എന്തിനാണ് ഒളിച്ചോടിയതെന്ന് ഇവരോടെല്ലാം അങ്ങ് പറഞ്ഞേക്കെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, വേണ്ട നിങ്ങൾ എന്നെ അങ്ങ് പറഞ്ഞേക്ക്. അങ്ങനെ CI സാർ ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാം. CI സാർ പറഞ്ഞു, ഭാര്യയോ മറ്റോ പാട്ടോ ടിക്കിലി അങ്ങട്ടയിലുള്ള വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ ഈ ജന്തു ഓലോടി അങ്ങ് പോകും. ഞാൻ നോക്കുമ്പോൾ എനിക്ക് അന്നോട്ട് പേടിയായി. ഞാൻ ഭാര്യ പാടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അന്നോട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കക്കൂസ് എന്നല്ല ശരിക്കും ചെറുങ്ങനെ പാടുന്നുണ്ട്. ഞാൻ അന്നേരം പറയും വണ്ടർഫുൾ ഭാര്യയെ കമാൺ ഗാഹൂ എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇല്ല, എനിക്ക് പേടി. പിന്നെ എനിക്ക് പേടിയാണ്. ഇപ്പം ഞാൻ എൻ്റെ മക്കൾ പാടുമ്പോൾ ഞാൻ പറയും വണ്ടർഫുൾ, കാരണം അങ്ങട്ടയിലുള്ളവൻ പറഞ്ഞിട്ട് ഓൻ്റെ കൂടി അങ്ങ് പോകും. അതുകൊണ്ട് എനിക്ക് ഈ ചുള്ളിയൻ ഫാമിലിയിൽ നല്ലൊരു പാട്ട് പാടിയാൽ കെട്ടിപ്പിടിച്ച് അങ്ങ് ഉമ്മ കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ഞാൻ പുറത്തുണ്ട് എന്നുള്ള നല്ല ബോധ്യം നിങ്ങളെ മനസ്സിലുണ്ടാവട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഇന്നോട്ടിട്ട് സ്നേഹിച്ചോളൂല്ലോ. എനിക്ക് സ്നേഹമൊന്നുമില്ല, ഓടിയാലുള്ള നാറ്റക്കേസ് ആലോചിച്ചിട്ടാണ് ഞാൻ വണ്ടർഫുൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളും പറഞ്ഞോളി. ഇനി വണ്ടർഫുൾ എന്ന് മുഖത്ത് നോക്കി പറയാൻ